ആഖാന്റെ പാപം. തനിക്ക് ബലിയായി ദഹിപ്പിക്കപ്പെട്ട ജെറിക്കോയിൽ നിന്ന് ഒന്നും എടുക്കരുതെന്ന് കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു. യൂദാഗോത്രത്തിൽപ്പെട്ട സേരായുടെ മകൻ സെബദിയുടെ പൗത്രനും കർമ്മിയുടെ പുത്രനുമായ ആഖാൻ നിഷിദ്ധ വസ്തുക്കൾ ചിലത് എടുത്തു. തന്മൂലം കർത്താവിൻ്റെ കോപം ഇസ്രായേൽ ജനത്തിന് മേൽ ജ്വലിച്ചു. ബഥേലിന് സമീപമുള്ള ആയി പട്ടണത്തിലേക്ക് ജെറിക്കോയിൽ നിന്ന് ജോഷുവ ആളുകളെ അയച്ചു പറഞ്ഞു, നിങ്ങൾ പോയി അവിടം രഹസ്യമായി നിരീക്ഷിക്കുവാൻ. അവർ ഇങ്ങനെ ചെയ്തു. അവർ തിരികെ വന്ന് ജോഷുവയോട് പറഞ്ഞു, എല്ലാവരും അങ്ങോട്ട് പോകേണ്ടതില്ല. 1000-ഓ 3000-ഓ പേർ പോയി ആയിയെ ആക്രമിക്കട്ടെ. എല്ലാവരും പോയി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, കാരണം അവർ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരിൽ നിന്ന് ഏകദേശം 3000 പേർ പോയി. എന്നാൽ ആയിയും പട്ടണത്തിൻ്റെ മുൻപിൽ ഗേറ്റ് തോറ്റോടി. ആയി നിവാസികൾ 36ഓളം പേരെ വധിച്ചു. അവർ അവരെ നഗരകവാടം മുതൽ ഷാഹീം വരെ പിന്തുടരുകയും താഴോട്ടിറങ്ങുമ്പോൾ വധിക്കുകയും ചെയ്തു. ജനം ഭയചകിതരായി. ജോഷുവ വസ്ത്രം കീറി അവനും ഇസ്രായേലിൻ്റെ ജ്യേഷ്ഠന്മാരും ശിരസിൽ പൊടിവാരി സായാഹ്നം വരെ കർത്താവിൻ്റെ വാഗ്ദാന പീഠത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടന്നു. ജോഷുവ പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവേ, അമോര്യരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കേണ്ടതിന് അങ്ങേ ജനത്തെ എന്തിന് ജോർദാനിന് അക്കരെ കൊണ്ടുവന്നു? അക്കരെ താമസിച്ചാൽ മതിയായിരുന്നു. കർത്താവേ, ഇസ്രായേൽക്കാർ ശത്രുക്കളോട് തോറ്റ് പിൻവാങ്ങി ഈ അവസരത്തിൽ ഞാൻ എന്തു പറയുന്നു? കനാന്യരും അവിടെയുള്ള മറ്റുള്ളവരും അത് കേൾക്കുകയും അവർ ഞങ്ങളെ വളയുകയും ഞങ്ങളുടെ നാമം ഭൂമുഖത്വം തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം കാക്കാൻ എന്തു ചെയ്യും? കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, എഴുന്നേൽക്കുക, നീ എന്തിനിങ്ങനെ സാഷ്ടാംഗം വീണെടുക്കുന്നു? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. എൻ്റെ കൽപ്പന അവർ ലംഘിച്ചു. നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി തങ്ങളുടെ സാമാനങ്ങളോട് വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചെറുത്തു നിൽക്കുവാൻ സാധിക്കുന്നില്ല. അവരുടെ മുമ്പിൽ തോറ്റു പിന്മാറുന്നു. എന്നാൽ അവർ നശിപ്പിക്കുവാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു. നിങ്ങളെടുത്ത നിശ്ചിത വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാനിനി നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുകയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക. നാളേക്ക് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ അവരോട് പറയുക. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, ഇസ്രായേലി നിശ്ചിത വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അത് എടുത്തു മാറ്റുന്നവരെ നിങ്ങളെ ശത്രുക്കളെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. പ്രഭാതത്തിൽ ഗോത്രം മാത്രമായി നിങ്ങൾ വരണം. കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന ഗോത്രം ഓരോ കുലമായും കുടുംബമായും അടുത്തു വരണം. കർത്താവ് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരുമായി മുന്നോട്ട് വരണം. നിശ്ചിത വസ്തുക്കളോടുകൂടി പിടിക്കപ്പെടുന്നവനെ അവൻ്റെ സകല വസ്തുക്കളോടും കൂടി അഗ്നിക്ക് ഇരയാക്കണം. എന്നാൽ അവൻ കർത്താവിൻ്റെ ഉടമ്പടി ലംഘിച്ച് ഇസ്രായേലിനെ മ്ലേച്ഛത പ്രവർത്തിച്ചു. യോശുവ അതിരാവിലെ എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രമുറയ്ക്ക് വരുത്തി അവയിൽ നിന്ന് യൂദാഗോത്രത്തെ മാറ്റി നിർത്തി. അവൻ യൂദായുടെ കുലങ്ങളെ വരുത്തി അതിൽ നിന്ന് സേരാകുലത്തെ മാറ്റി നിർത്തി. പിന്നീട് സേരാകുലത്തിൻ്റെ ഓരോ കുടുംബത്തെയും വരുത്തി അതിൽ നിന്നും സെബദി കുടുംബത്തെയും വേർതിരിച്ചു. വീണ്ടും സെബദി കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെയും വരുത്തി യൂദാഗോത്രത്തിലെ സമാനായുടെ മകൻ സെബദിയുടെ പൗത്രനും കർമ്മിയുടെ പുത്രനുമായ ആഖാനെ മാറ്റി നിർത്തി. യോശുവ ആഖാനോട് പറഞ്ഞു, എൻ്റെ മകനെ, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ സ്തുതിക്കുക. നീ എന്ത് ചെയ്തെന്ന് എന്നോട് പറയുക. എന്നിൽ നിന്നൊന്നും മറച്ചു വയ്ക്കരുത്. ആഖാൻ മറുപടി പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ എതിരെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ ചെയ്തതിനാൽ കൊള്ള വസ്തുക്കളുടെ കൂടെ ഷിനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായൊരു മേലങ്കിയും 200 ഷെക്കൽ വെള്ളിയും 50 ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണക്കട്ടിയും ഞാൻ കണ്ടു. മോഹം തോന്നി ഞാൻ അവയെടുത്തു. വെള്ളി ഏറ്റവും അടിയിലായി. ഇവയെല്ലാം എൻ്റെ കൂടാരത്തിനുള്ളിൽ കുഴിച്ചിടുകയും ചെയ്തു. ഉടനെ ജോഷുവ ദൂതന്മാരെ അയച്ചു പറഞ്ഞു,
അവർ കൂടാരത്തിലേക്ക് ഓടി. വെള്ളിയും ഏറ്റവും അടിയിലായി അവയെല്ലാം ഒടിച്ചു വച്ചിരിക്കുന്നത് കണ്ടു. അവർ കൂടാരത്തിൽ നിന്ന് അവയെടുത്ത് ജോഷുവയുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും മുമ്പാകെ കൊണ്ടുവന്നു. അവർ അത് കർത്താവിൻ്റെ മുമ്പിൽ നിരത്തി വെച്ചു. യോശുവയും ഇസ്രായേൽ ജനവും സേരായുടെ മകനായ അഖാനെയും അവൻ്റെ പുത്രീപുത്രന്മാരെയും വെള്ളി, മേലങ്കി, സ്വർണ്ണക്കട്ടി എന്നിവയെയും കാള, കഴുത, ആട്, കൂടാരം എന്നിങ്ങനെ അവയിലുള്ള സമസ്ത വസ്തുക്കളെയും ആരോഹർ താഴ്വരയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ ജോഷുവ പറഞ്ഞു, നീ എന്തുകൊണ്ട് ഞങ്ങളുടെ മേൽ കഷ്ടതകൾ വരുത്തി വെച്ചത്? നിൻ്റെ മേലും ഇന്ന് കർത്താവ് കഷ്ടതകൾ വരുത്തും. അപ്പോൾ ഇസ്രായേൽ ജനം അവനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു വസ്തുക്കൾ അഗ്നിക്കിരയാക്കി. അവർ അവൻ്റെ മേൽ വലിയ കൽക്കൊമ്പാരമുണ്ടാക്കി. അത് ഇന്നും അവിടെയുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ ഉജ്ജ്വല കോപം ശമിച്ചു. ഇന്നും ആ ഫലം ആഖാൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നു. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.